ഇതാണ് ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് അമിത്ഷായോട് പറയട്ടെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബില്ലിന്റെ പുറകിൽ ആരാണ്? ഈ ബില്ലിന്റെ പുറകിൽ അമിത്ഷാ ആണെങ്കിൽ അതിന്റെ പുറകിൽ ആരാണ്? RSS ആണ്. രാഷ്ട്രീയത്തിൽ BJPയോടൊപ്പം ചേർന്ന ഷോൺ ജോർജും PC ജോർജും അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ക്രൈസ്തവരെ തൂക്കി വിൽക്കുകയാണ്. ഞാൻ പറയണത് ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം നാളുകൾക്ക് മുമ്പേ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇപ്പോൾ നടപ്പാക്കുന്നതാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ മൈനോറിറ്റീസിൻ്റെ മേൽ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വളരെ ബോധപൂർവം പടച്ചൊരുക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ വഖഫ് ബൈ യൂസർ പോലെ ഈ ബോർഡിനകത്ത് ബൈ യൂസർ എന്ന് പറയുന്ന ടേം എടുത്തു കളഞ്ഞാൽ ഇവിടെയുള്ള പല പുരാതന പള്ളികളുടെയും മേൽ വേറെ ആളുകളുടെ ക്ലെയിം വരും. ഷാജിറ നമസ്കാരം. നമസ്കാരം. ഷാജിറ, FCR വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. അർഷാന്തോ തിരക്കിലായി പോയി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ FCRക്ക് ശേഷം ഇപ്പോൾ ഈ ജോസ് കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ FCR കൊടുങ്കാറ്റാണെങ്കിൽ ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് രൂപീകരിക്കാനുള്ള നീക്കം സുനാമി ആയിട്ട് മാറും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന മാതൃഭൂമിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡിനെ നോക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ അതോ ക്രിസ്ത്യാനിക്ക് വരുന്ന അടുത്ത പണിയാണോ? ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഒരു വെൽഫെയർ ബോർഡ് എന്നാണ് അതിൻ്റെ പേര്. അതെ. അത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ വിചാരിക്കുക എന്താണ്, നമുക്കെന്തോ കൂടുതൽ വെൽഫെയർ, സെൻട്രൽ ഗവൺമെൻറ് എന്തോ വെൽഫെയർ നമുക്ക് തരാനുള്ളൊരു സാധനമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനകത്ത് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം വിവാഹമാണ്. വിവാഹം സംബന്ധിച്ച തർക്കങ്ങൾ, പരിഹാരങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഫ്യൂണറലാണ്. അതും വലിയൊരു വിഷയമാണ്. അതൊരു വലിയ വിഷയമാണ്. മൂന്നാമത്തെ വിഷയം ആരാധനാ സ്വാതന്ത്ര്യമാണ്. ഈ 3 വിഷയങ്ങളിൽ ഏത് വിഷയത്തിനാണ് ക്രിസ്ത്യാനിക്ക് വെൽഫെയർ വേണ്ടതെന്ന് വെറുതെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ പറയണത് ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം നാളുകൾക്ക് മുമ്പേ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇപ്പോൾ നടപ്പാക്കുന്നതാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. നമ്മൾ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വിഷയം കത്തിച്ചു കൊണ്ടുവന്ന് വലിയൊരു വിഷയമാക്കി കേരളത്തിൽ നിർത്തി. ഇവിടുത്തെ ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന ധാരണയിൽ അവരതങ്ങോട്ട് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ വിഷയത്തെ അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് സിനിമ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭയങ്കര വലിയ ഒരു സിനിമ ചെയ്യുന്നു. കേരള സ്റ്റോറിയുടെ 1ാം ഭാഗം വരുന്നു, കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം വരുന്നു. അങ്ങനെ വലിയ ഒരു സിനിമയൊക്കെ ചെയ്ത് ആ വിഷയം ഉണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വിഷയം ഇങ്ങനെ കത്തിച്ച് നിർത്തിയതിനു ശേഷം ഇപ്പോൾ വിവാഹം സംബന്ധിച്ച ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ബോർഡ് വരികയാണ്. അതിനു വേണ്ടിയാണ് ഇത് മുഴുവൻ കൊണ്ടുവന്നത്. ഇവിടെ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവർ മുഴുവനും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ BJPയോടൊപ്പം ചേർന്ന ഷോൺ ജോർജും PC ജോർജും അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ക്രൈസ്തവരെ തൂക്കി വിൽക്കുകയാണ്. ഫാക്റ്റാണ്. തൂക്കി വിൽക്കുകയാണ്. അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്കളാണ്. കാരണം ഇത് RSSൻ്റെ അജണ്ടയാണെന്ന് അവർക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ കഥകളുമുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്, മിശ്ര വിവാഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിലൊരു ബോർഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരോടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ആരോടാണിത് പറയുന്നത്? എങ്ങനെയാണിത് സംഭവിക്കുക? അപ്പോൾ മിശ്ര വിവാഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല യഥാർത്ഥത്തിൽ മറ്റാരുടെയോ അജണ്ട. ഈ 3 വിഷയങ്ങളിലും ആർക്കാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മിശ്ര വിവാഹത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നത് RSSനാണ്. തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതവർ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രചാരവേലയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുറേ ആൾക്കാരും കൂടി ഏറ്റെടുത്തുകൊണ്ട് അവർക്കത് കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യാനായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് RSSൻ്റെ പ്രശ്നമാണ്. ഫ്യൂണറൽ
കേരളത്തിൽ എവിടെയെങ്കിലും ഫ്യൂണറൽ സംബന്ധിച്ച് ഒരു വലിയ തർക്കം ഉണ്ടായതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരിടത്തില്ല. ആകെപ്പാടെ ഈ ജാക്കോബൈറ്റ്സിന്റെ സഭാ തർക്കത്തിൽ മാത്രമാണ് അതുമൊക്കെ പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ ഒരു ദിവസം എന്തോ തർക്കം ഉണ്ടായിരുന്നു, ഈ സെമിത്തേരി കയറ്റാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വിഷയം ഉണ്ടായെന്ന് വിചാരിച്ചു അത് ഇപ്പൊക്കെ പിറ്റേ ദിവസം പരിഹരിച്ച് അതെല്ലാം തീർത്തു. ഒരു സ്ഥിരം പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ എവിടെയാണ് സ്ഥിരം പ്രശ്നം നോർത്ത് ഇന്ത്യയിലെ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. അവിടെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ഒത്തിരി വാർത്തകൾ വായിച്ചിട്ടുണ്ട്. അതായത് ബറിയലിന് അനുവാദം കൊടുക്കാതെ ഗ്രാമവാസികളെല്ലാം കൂടി ഇവിടെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെമിത്തേരിക്ക് മുമ്പിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ മരിച്ചാൽ ഈ മനുഷ്യനെ കൊണ്ട് വേറൊരു ഗ്രാമത്തിലോ മറ്റെവിടെയെങ്കിലുമോ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതിനകത്ത് ജാതിയും ഒരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളിൽ ഒരു വലിയൊരു ശതമാനം പേർ ദളിത് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ആദിവാസി ക്രിസ്ത്യാനികളോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ശവശരീരം അവിടുത്തെ ഒരു സാധാരണ ഗ്രാമത്തിൽ അടക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഉയർന്ന മേൽജാതിക്കാരായ ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം ശവശരീരങ്ങൾ അവിടെ അടക്കിക്കൂടാ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ വെൽഫെയർ ബോർഡിന്റെ പിന്നെ ഒരു ജാതി വെറിയും കൂടി ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ നമ്മുടെ ഒരു വൈൽഡ് തോട്ട്സിൽ പോലും ഫ്യൂണറൽ ഒരു തർക്കമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളത്. വിവാഹം ഒരു തർക്കമാണ്, ഫ്യൂണറൽ ഒരു തർക്കമാണ്. ആരാധനാ സ്വാതന്ത്ര്യം അടുത്തത്. ഹൗ കൻ ദിസ് ബി ഹാപ്പൻ? ഒന്ന് ആലോചിച്ച് നോക്കി. ആരാധനാ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഒരു തർക്ക വിഷയമാവുക? കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ട. ഇതാണ് പറയുന്നത്, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി വേറെ ബോർഡുണ്ടോ? പിന്നെ ഗവൺമെന്റ് എന്തിനാണ്? കോടതികൾ എന്തിനാണ്? കോടതികളിൽ പോയി ഈ അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അനവധി കേസുകൾ ഇന്ന് കോടതികളിലുണ്ട്. സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒന്നും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിക്ക് വെൽഫെയർ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. ക്രിസ്ത്യാനിക്ക് ഇപ്പം തന്നെ അവരുടെ നിങ്ങൾ കത്തോലിക്ക സഭയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പ്രൈവറ്റ് ലോ ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും സഭയാണെങ്കിൽ ആ സഭ ഒരു ട്രസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ പ്രൈവറ്റ് ലോ. അതിനെ അപ്പുറത്തേക്ക് എന്ത് സാധനമാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ മൈനോറിറ്റീസിൻ്റെ മേൽ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വളരെ ബോധപൂർവം പടച്ചൊരുക്കുന്ന ഒരു സാധനമാണ്. ഈ ബോർഡിനെ ഇപ്പം നമ്മളിങ്ങനെ നിസ്സാരമായി കാണരുത്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒത്തിരി തർക്കങ്ങളുണ്ടായിരുന്നു. വഖഫ് ബോർഡിനകത്ത് കുറേ അഴിമതി നടന്നിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങൾ അതിനായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അവർ ആ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് കാണിച്ചിട്ട് അത് പരിഹരിക്കാൻ അവർ കൊണ്ടുവന്ന മാർഗം എന്താണെന്നറിയാം? വഖഫ് ബോർഡിനകത്ത് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൽ മുസ്ലിംസിനെ ഉൾപ്പെടുത്തൂ? ഒരിക്കലും ഇല്ല. ഇല്ലല്ലോ. ക്രിസ്ത്യാനിയെ ഉൾപ്പെടുത്തൂ? ഇല്ല. വഖഫ് ബോർഡിനകത്ത് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുക, ഇതാണ് അവർ പരിഹരിക്കാൻ കൊണ്ടുവന്ന ഒരു മാർഗം. ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡിനകത്ത് നാളെ ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി അല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്ത്യാനി അല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ബോർഡ് ക്രിസ്ത്യാനികളെ മേയ്ക്കുന്ന ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്തത് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം. ഈ വഖഫ് ബോർഡിൻ്റെ പുതിയ നിയമം വന്നപ്പോഴേ 2025 ഈ നിയമം വന്നത്. ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ബോർഡ് ഉണ്ടാകുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ നിയമത്തിൽ പറയുന്നതനുസരിച്ച് വഖഫ് ബോർഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് നമ്മുടെ ഡിസ്പ്യൂട്ടൊക്കെ സെറ്റിൽ ചെയ്യാൻ പോണത്, കോടതികളല്ല. കോടതി വഖഫ് ബോർഡിനെതിരെയുള്ള കേസുകൾ കോടതി പോകാൻ പോലും ലിമിറ്റേഷൻസ് ഉണ്ടെന്നേ. ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ വഖഫ് ബോർഡിനകത്ത് എടുത്തു കളഞ്ഞ ഒരു നിയമം, പുതിയ നിയമത്തിൽ 2025 നിയമത്തിൽ എടുത്തു കളഞ്ഞൊരു സാധനം എന്താ പറയുക? വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 100 കൊല്ലമായിട്ട് ഇത് വഖഫിൻ്റേതാണ്
അതുകൊണ്ട് ഇത് വഖഫിൻ്റെ സ്വന്തമാകും എന്ന് പറയുന്ന ക്ലോസ് ഇനി പറ്റൂല എന്നാണ്. മനസ്സിലായി? ഞാൻ പറയണത് ഇപ്പം എൻ്റെ പള്ളി ബൈസെന്റിനറി ആചരിക്കുന്നുണ്ട്. അതായത് 200 കൊല്ലമായ പള്ളിയാണ്. 200 കൊല്ലമായി എൻ്റെ പള്ളി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതെൻ്റേതാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാം. പക്ഷേ ഈ വഖഫ് ബൈ യൂസർ പോലെ ഈ ബോർഡിനകത്ത് ബൈ യൂസർ എന്ന് പറയുന്ന ടേം എടുത്തു കളഞ്ഞാൽ ഇവിടെയുള്ള പല പുരാതന പള്ളികളുടെയും മേൽ വേറെ ആളുകളുടെ ക്ലെയിം വരും. മനസ്സിലായി. പണ്ട് ഒരു ഹൈന്ദവ രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറയില്ലേ? അവർ സംഭാവനയായിട്ട് നൽകിയതാണ് എന്ന് പറയും. അതുകൊണ്ട് ഇതിന് പുറത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷമുള്ള രേഖകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലെയിം ഉണ്ടാവും. അതാണ് ചോദിക്കുന്നത്. അതെ, ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനുമായിട്ടൊരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കൂടാതെ അപ്പോൾ അതനുസരിച്ചിട്ട് ഗവൺമെന്റിന് അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ പറ്റുമോ? വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സാധനം എന്തിനാണ് പിന്നെ എടുത്ത് കളഞ്ഞത്? ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുന്നു. വലിയ പ്രശ്നമല്ലേ? ഇപ്പൊ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഒട്ടാകെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ വലിയ അസറ്റുകൾ ഉള്ളൊരു പ്രസ്ഥാനമാണ് ഈ കത്തോലിക്ക സഭ. അപ്പൊ ഈ അസറ്റ് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമോ ഈ കേന്ദ്ര സർക്കാർ? ഇവിടെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇവരുടെ അടുത്ത 4ാമത്തെ ഇവരുടെ എയിം എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് ആണ്. ഈ അസറ്റ് എങ്ങനെ ഉണ്ടാകുന്നതാണ്? FCRA നിയമം ക്യാൻസലായി പോകുന്ന ആളുകളുടെ ഈ അസറ്റുകൾ മുഴുവൻ ഈ ബോർഡിന്റെ കീഴിൽ വരുന്നു. ആൻഡ് ദാറ്റ് ബോർഡ് ഈസ് ഗോയിങ് ടു കൺട്രോൾ ഇറ്റ്. അല്ലെങ്കിൽ ബോർഡിന് വേണമെങ്കിൽ വിൽക്കാം, എന്ത് വേണം ചെയ്യാം. ബോർഡിന്റെ കയ്യിലാണ് കൺട്രോൾ വരാൻ പോകുന്നത്. ആ ബോർഡിന്റെ കയ്യിലേക്ക് ഈ കൺട്രോൾ വരുന്ന സമയത്ത് നമുക്കിത് 200 കൊല്ലം മുമ്പേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാണെന്നൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. ഈ ബൈ യൂസർ എന്ന് പറയുന്ന സാധനം എടുത്തങ്ങ് മാറ്റുകയാണ്. അതെടുത്ത് മാറ്റിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഗവൺമെന്റ് ബോഡിയാണ്. അപ്പൊ പിന്നെ അതിനെ നമുക്ക് എതിർക്കാൻ പറ്റുമോ? മനസ്സിലായി. നിയമപ്രകാരം അത് അനുവാദമുള്ള ഒരു സാധനമാണെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഇതൊരു വലിയ ഗുരുതരമായ പ്രതിസന്ധി ഭാവിയിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. ഇപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളിയും പള്ളിയുടെ ചുറ്റിനും ഒരു സ്കൂളും ഉണ്ടെന്ന് വിചാരിക്കും. ആ സ്കൂളിൻ്റെ പുറത്ത് ഈ FCRA നിയമം പറ്റിയില്ല എന്നോ എന്തെങ്കിലും പറഞ്ഞ് സർക്കാർ ഒരു 3 പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ദാറ്റ് ബിക്കംസ് എ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി. ശരിയാണല്ലോ? നേരെ വെൽഫെയർ ബോർഡിലേക്ക് പോകും. ഒന്നുകിൽ നേരെ വെൽഫെയർ ബോർഡിൽ പോവാം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള RSSകാരെല്ലാവരും കൂടി സംഘടിച്ചിട്ട് ഈ പ്രോപ്പർട്ടി അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹളം ഉണ്ടാകും. എന്താ സംഭവിക്കാൻ പോണത്? നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ പ്രദേശം വെച്ചിട്ട് കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് ഇതിനെ വിലയിരുത്തരുത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നയമാണ്. പ്രത്യേകിച്ച് മണിപ്പൂരിൽ, ഇംഫാൽ താഴ്വരയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ പോലും അവിടുത്തെ ഒരു ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതിനോ ഒരു സംഘം ആളുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജബൽപൂരിലേക്ക് വേറൊരു പള്ളിയിൽ നിന്ന് കുറച്ച് പേർ പള്ളി സന്ദർശനത്തിന് വന്നതിൻ്റെ പേരിൽ അവിടെ RSSകാർ ബഹളം ഉണ്ടാക്കി. തീർച്ചയായിട്ടും കാറ്റക്കിസം പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് അവിടുത്തെ ആളുകൾ അവരുടെ മാതാപിതാക്കളുമായിട്ട് 2 വണ്ടിയിൽ പള്ളി സന്ദർശിക്കാൻ വന്നതാണ്. ജബൽപൂരിലെ പള്ളി സന്ദർശിക്കാൻ വന്നതിൻ്റെ പേരിൽ അവിടെ ബഹളം ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആയി മാറുക എന്ന് പറയുന്നത് ഹൈലി റിസ്കിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ FCRAക്കെതിരെ ഇപ്പോൾ ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ രംഗത്ത് വന്നിരുന്നു. മറ്റു പല പിതാക്കന്മാരും ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡിനെതിരെ സഭയുടെ ഒരു നീക്കം എന്തായിരിക്കും? ഞാൻ പറയുന്നത് ഈ FCRAയും ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡും എല്ലാം ചേട്ടനും അനിയനും പോലെയാണ്. ഇവരെല്ലാവരും ഒരേ ഫാമിലിയിൽപ്പെട്ടതാണ്. സഭ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇതിനെ എതിർത്തില്ലെങ്കിൽ സഭയ്ക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചില്ലറയല്ല. ഞാൻ പറയുന്നത് FCRA നിയമം തന്നെ നിങ്ങൾ എടുത്തു നോക്കും. FCRA നിയമം 2020 അത് ഒരു പ്രാവശ്യം പരിഷ്കരിച്ചതാണ്. അപ്പം അന്ന് ഇത് പരിഷ്കരിച്ച സമയത്ത് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോയാണ്. ഞാൻ പറയുന്നത് വളരെ, നിങ്ങൾ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയൊക്കെ പ്രസ്താവനയിൽ എന്താണ് പറയണമെന്ന് അറിയാമോ? പുറത്തു നിന്ന് ഫണ്ട് കൊണ്ടുവരുന്നു, ആ ഫണ്ടിന് കണക്ക് കൊടുക്കണമെന്ന് പറയണതിൽ കണക്ക് കൊടുക്കലല്ല ഇവിടെ പ്രശ്നമെന്ന്.
ഫണ്ടിന് കണക്ക് കൊടുക്കണമെന്നുള്ളത് 2020 തൊട്ട് വളരെ സ്ട്രിഞ്ചൻ്റായ ലോസാണ്. അവിടെ വളരെ ചെറിയ നിസ്സാരമായ മൈന്യൂട്ട് എറർ മതി ഈ FCRA ലൈസൻസ് ക്യാൻസൽ ആവാൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ FCRA ലൈസൻസ് ക്യാൻസൽഡാണ്. അതിരൂപതയുടെ മൊത്തം സ്ഥാപനങ്ങളും വെൽഫെയർ ബോർഡിലേക്ക് പോകും. ബോർഡിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. മനസ്സിലായി? അത് ഹോസ്പിറ്റൽ ഉൾപ്പെടെ കോളേജ് ഉൾപ്പെടെ എല്ലാ എന്ത് സംഭവിക്കാം? ഈ നിയമത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കണക്ക് കൊടുക്കലോ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇന്നിന്ന പോലെ കണക്ക് കൊടുക്കണം, ഇന്നിന്ന പോലെ ഓഡിറ്റ് ചെയ്യണം, ഇന്നിന്ന പോലെ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോട്ടെ. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മാറ്റർ. ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഫോർ അസ്. സഭയുടെ പ്രശ്നം എന്താണ്? സഭയുടെ പ്രശ്നം കൊടുത്ത കണക്കിനകത്ത് ഒരു തെറ്റുണ്ടെന്നും പറഞ്ഞ് ഇവർ FCRA ക്യാൻസൽ ചെയ്താൽ നാളെ നിന്റെ ഭൂമി അടക്കം പിടിച്ചോണ്ട് പോകും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നമല്ല. ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുകയാണ് വിചാരിക്കുക. ഞാനൊരു സ്ഥാപനം നടത്തുമ്പോൾ ഞാൻ ഇൻകം ടാക്സ് കണക്ക് കൊടുക്കണം. ഞാൻ കണക്ക് കൊടുത്തപ്പോൾ അതിന് തെറ്റുപറ്റി. എൻ്റെ സ്ഥാപനം ഇൻകം ടാക്സ് കോൺഫിസ്കേറ്റ് ചെയ്യുകയാണോ ചെയ്യുക? അതാണോ അത് ഈ എറർ കറക്റ്റ് ചെയ്യാനുള്ള വഴി അതാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ മാത്രം അങ്ങനെ വരണത്? ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായി? അവരായിക്കോട്ടെ, ഞാൻ പറയണ അവർക്ക് ആവശ്യമുള്ള എല്ലാ നിയമങ്ങളും എല്ലാ കണക്കുകളും എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കട്ടെ. പക്ഷേ ഒരു എററുണ്ടായി തെറ്റുപറ്റി എന്നുണ്ടെങ്കിൽ ആ തെറ്റുപറ്റിയതിനെ കറക്റ്റ് ചെയ്യാനുള്ള വഴികളോ അല്ലെങ്കിൽ പിഴയൊടുക്കലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ. അതിന് പകരം ഇതിൻ്റെ സ്വത്തുക്കൾ മുഴുവനും കോൺഫിസ്കേറ്റ് ചെയ്യും എന്ന് പറയുന്നിടത്താണ് സഭയുടെ യഥാർത്ഥ പ്രതിസന്ധി. കറക്റ്റ്. ഇത് മാത്രമുള്ള പ്രശ്നം. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോൺ ജോർജും PC ജോർജും ഒക്കെ ആട്ടും തോലിട്ട ചെന്നായാണെന്ന് പറഞ്ഞാൽ സഭയെ തൂക്കി വെക്കാനുള്ള ശ്രമമാണ്. ഞാൻ അതിൻ്റെ കാരണം ഇതാണ്. കാരണം അവരതിനെ യഥാർത്ഥ രീതിയിലല്ല അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രശ്നം അവിടെ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ. പിന്നെ അടുത്തൊരു പ്രശ്നം, അത് ഉള്ള വേറൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭ മാത്രമാണ് ഇന്ത്യയിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ചാരിറ്റി ചെയ്യുന്ന സഭ. വേറെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ കാരിത്താസ് സൊസൈറ്റിക്ക് പുറത്ത് നിന്ന് ഫോറിൻ ഫണ്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയിലെ വിവിധ സഭകളുടെ എല്ലാ രൂപതയ്ക്കും ഓരോരോ സെൻറ്ററുകളുണ്ട്. എറണാകുളത്തിന് സഹൃദയ സെൻ്ററുണ്ട്, അതേപോലെ തൃശ്ശൂരിന് ഒരു സെൻ്ററുണ്ട്, ഓരോ രൂപതയ്ക്കും ഓരോ സോഷ്യൽ വെൽഫെയർ സെൻ്ററുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ സോഷ്യൽ വെൽഫെയർ ഫണ്ടിലേക്ക് അവർ കൊടുക്കുമായിരുന്നു. അവർ കൊടുക്കും, ഇവരത് ചിലവാക്കും. അതിൻ്റെ കണക്ക് ഇവർക്കും FCRA രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്കും FCRA രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം രണ്ടുപേരും ഈ FCRA രജിസ്ട്രേഷൻ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ഫോർമാലിറ്റീസും കംപ്ലൈ ചെയ്യാൻ ഇവർ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇരിക്കെ ഇവർ കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നത് ഒരു FCRA അക്കൗണ്ടുള്ള ഒരു സ്ഥാപനം വേറൊരു FCRA അക്കൗണ്ടുള്ള സ്ഥാപനത്തിന് ഫണ്ട് കൊടുത്തുകൂടാന്നാണ്. അതൊരു ശരിയായ രീതിയല്ല. ഇവിടെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയണത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റണത്? അപ്പം അത് ആരെയാണ് കൺട്രോൾ ചെയ്യണത്? കത്തോലിക്ക സഭകൾ മാത്രമാണ്. കത്തോലിക്ക സഭയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ, വേറെ ഏത് സഭയാണ് അല്ലെങ്കിൽ ഏത് സംവിധാനമാണ് സെൻട്രലൈസ്ഡ് ആയിട്ട് ചാരിറ്റി ചെയ്യുന്നത്? പക്ഷെ ഇങ്ങനെ പ്രധാനമായിട്ടും വിദേശത്തു നിന്ന് ഫണ്ട് കിട്ടുന്ന സ്ഥാപനങ്ങളാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം എല്ലാവർക്കും FCRAയുടെ പെർമിഷൻ ഉള്ള പല ട്രസ്റ്റുകൾക്കും വിദേശത്ത് പോയി ഫണ്ട് കൊണ്ടുവരാനുള്ള ശേഷിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില കരുണാലയങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റി എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വേറൊരു വലിയ പ്രശ്നം ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ FCRA എന്ന് പറയുന്നത് നമ്മൾ ഈ കേൾക്കണത് പോലെ യൂറോപ്യൻസിൻ്റെ അടുത്തുനിന്നോ അമേരിക്കൻസിൻ്റെ അടുത്തുനിന്നോ ഒന്നും കൊണ്ടുവരുന്ന ഫണ്ടല്ല. അല്ല. ഇപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ വലിയൊരു ശതമാനം മനുഷ്യർ ഇന്ത്യക്ക് പുറത്താണ് ജീവിക്കുന്നത്. അവരുടെ സംഭാവനകളോ? ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ്? UK ജീവിക്കുന്ന ഒരു കത്തോലിക്കൻ ഇന്ത്യയിലെ ഒരു കത്തോലിക്ക സഭയ്ക്ക് ഇത്ര രൂപ ഡൊണേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ദാറ്റ് കംസ് ത്രൂ FCRA. തീർച്ചയായിട്ടും. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ള പ്രശ്നം കത്തോലിക്ക സഭയുടെ തന്നെ സ്വന്തം ആളുകളുടെ കയ്യിൽ നിന്ന് പോലും പൈസ മേടിക്കാൻ പറ്റാത്ത സംവിധാനം ഉണ്ടാകുന്നു. പല കൊച്ചു സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാകുന്നു. അപ്പോൾ
ഇതൊക്കെ ബാധിക്കുന്നത് എങ്ങനെ? ചില ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രശ്നത്തിലാണുള്ളത്. ഓൾഡ് ഏജ് ഹോമുകൾ, അതോടൊപ്പം തന്നെ ഈ അനാഥ കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങൾ. അതായത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ അനാഥാലയങ്ങളെക്കുറിച്ചുണ്ടാക്കിയ നിയമങ്ങൾ മൂലം എത്ര അനാഥാലയങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടെന്നറിയാം. അനാഥാലയങ്ങൾ, പല അനാഥാലയങ്ങൾക്കും നടത്താൻ പറ്റുന്നില്ല. വളരെ കർക്കശമായ നിയമങ്ങളാക്കി. ഈ അവിടെ വയ്ക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം വരെ അവർ തീരുമാനിച്ചു. മനസ്സിലായി? അതായത് ഇത്ര കുട്ടിക്ക് ഇത്ര സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫിനെ വെക്കണം. ഈ ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ അവർ വിഷമിച്ചിരിക്കുന്ന എല്ലാ വീടുകളിൽ കൂടെ തെണ്ടി നടക്കുന്ന സമയത്താണ് സ്റ്റാഫിനെ വയ്ക്കുന്നു. മറ്റേ സോഷ്യൽ വെൽഫെയർ പാസ്സായ ആളെ വയ്ക്കണം, അവർക്ക് ഇത്ര ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. അനാഥാലയങ്ങളുടെ നടത്തിപ്പിൻ്റെ പേരിൽ മദർ തെരേസ കോൺവെൻറ്റിലെ 2 കന്യാസ്ത്രീമാർ ജയിലിലായി. തീർച്ചയായിട്ടും. അവർ കുട്ടികളെ മറച്ചു വിട്ടിട്ടൊന്നുമല്ല. ടെക്നിക്കലി ഇവർ പറഞ്ഞ സാധനം അവർക്ക് പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് 2 കന്യാസ്ത്രീമാർ ജയിലിൽ പോയി. അപ്പോൾ അനാഥാലയങ്ങളുടെ പേരിൽ, അപ്പോൾ ഞാൻ പറയുന്നത് ക്രൈസ്തവ സഭകൾ ഏതെല്ലാം മേഖലകളിലാണ് അവരുടെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെല്ലാം കർട്ടയിൽ ചെയ്യാൻ ഇവർ ഓരോരോ സമയത്തും ശ്രമിച്ചിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കും അവർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളതിനെ ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ അതിജീവിച്ച് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുട്ടികളെ നോക്കുന്ന അനാഥാലയങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ആകമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇതില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെയായി. അവർ നിർത്തിപ്പോയി. പേരുദോഷം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരിൽ പലരും നിർത്തിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇപ്പം ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. അതെന്തുകൊണ്ടാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വളരെ സ്ട്രിഞ്ചൻ്റായ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടാണ്. അവർക്ക് പറയാൻ 100 കൂട്ടം കാരണങ്ങളുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ലക്ഷ്യം വെച്ചത് മദർ തെരേസ കോൺവെൻറ്റിൻ്റെ, മദർ തെരേസ കോൺഗ്രിഗേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സർവിങ് മേഖലയായിരുന്നു രോഗികളുടെ പരിചരണവും അനാഥാലയങ്ങളുടെ നടത്തിപ്പും. ഈ അനാഥാലയങ്ങൾ മുഴുവനും, മദർ തെരേസയുടെ അനാഥാലയങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നത് അവിടെയുള്ള റിമോട്ട് വില്ലേജസിലാണ്. അനാഥരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പണ്ടത്തെ പോലെ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ എന്ന് വിചാരിക്കരുത്. ഇന്നത്തെ കാലത്തെ അനാഥ കുട്ടികളെ അനാഥാലയങ്ങളിൽ പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവർക്ക് അപ്പനും അമ്മയും ഇല്ലാതെ പോയതല്ല. ഭാര്യയും ഭർത്താവും ഉണ്ട്, കുട്ടിയുണ്ട്. അവർ ഡൈവോഴ്സായപ്പോൾ ഈ കുട്ടിയെ അമ്മയുടെ കൂടെ വിട്ടു. അമ്മ 2ാമത് കല്യാണം കഴിച്ചു. ഈ കുട്ടി അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കുക. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ, ഞാൻ പറഞ്ഞ പണ്ടത്തെ പോലെയല്ല, അത്തരം സാഹചര്യങ്ങൾ അതിഭയങ്കരമായി വളരുന്നു. അപ്പോൾ നിരവധി വഴികളിൽ അനാഥരാക്കപ്പെട്ട അനേകം ആളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല കലാപത്തിൻ്റെ പേരിൽ മരിച്ചുപോയ മാതാപിതാക്കളുള്ളവരുടെ കുട്ടികളെ നിങ്ങൾ എന്താണ് ഈ പറയണത്? ഇപ്പോൾ കാന്തമാൽ കലാപത്തിൻ്റെ പേരിൽ 40,000 പേർ ഭവനരഹിതരായി, ക്രിസ്ത്യാനികൾ. അതിനകത്ത് എത്രയോ പേരുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. അവരുടെ കുട്ടികളെ ആരാണ് നോക്കിയതെന്നാണ് വിചാരം? ആരെങ്കിലും നോക്കണ്ടേ? മണിപ്പൂർ കലാപത്തിൽ എത്ര മനുഷ്യർ മരിച്ചു? അവരുടെ മക്കളെ ആര് നോക്കും? കലാപത്തിൻ്റെ കാരണങ്ങളോ ബാക്കി കാര്യങ്ങളോ മാറ്റി നിർത്തും. മനുഷ്യത്വപരമായി അവരുടെ മക്കളെ ആര് നോക്കും? അവരുടെ വിദ്യാഭ്യാസം ആര് നോക്കും? ഇത് ക്രൈസ്തവ സമൂഹം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. അപ്പം അവരുടെ ആ പരിശ്രമങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇനി അടുത്തത്, മധ്യപ്രദേശിലുള്ള ഒരു സംഘടനയുടെ ഭൂമിയും സ്വത്തും ഈ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് ഏറ്റെടുത്തു എന്ന് വിചാരിച്ചു. ഇത് ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡാണ്. ഇതിന്റെ സഹായം പിന്നീട് ക്രിസ്ത്യാനിക്ക് മാത്രമല്ലേ കൊടുക്കുള്ളൂ, പുറത്തൊരാൾക്ക് കൊടുക്കൂല്ലോ. ഇല്ല. കാരണം ഇത് ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡാണ്, പുറത്തൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അവർ പറയും. വലിയ പ്രതിസന്ധിയാണ്. നമ്മളങ്ങനെയല്ല. നമ്മളുടെ ചാരിറ്റി എന്ന് പറയുന്നത്, നമ്മൾ സഹൃദയിൽ പോയി ചോദിച്ചു നോക്കുക, നമ്മുടെ ചാരിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും കൊടുക്കുന്നത്. ജാതി മതമൊന്നും നോക്കിയിട്ടല്ല നമ്മൾ കൊടുക്കണം. നമ്മളെല്ലാവർക്കും ആവശ്യക്കാരനാണോ
അത് റിയൽ ആണോ എന്ന് മാത്രം നോക്കിയിട്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ ഇത്രയും ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ സഭാ തലവന്മാർക്ക് ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവരാരും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരിതിൻ്റെ വരുംവരായികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായപ്പോൾ മറ്റുള്ളവർക്ക് പറ്റിയ അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും കൃത്യമായ പഠനങ്ങൾ അവർ നടത്തിയിട്ടില്ല. അത് നടത്താത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ സാരമില്ല എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം പി.സി. ജോർജും ഷോൺ ജോർജും പറഞ്ഞതെന്ന് വെച്ചാൽ അമിത്ഷായുടെ അടുത്തിന് ഞാൻ എന്ത് പറയും എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഷോൺ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതൊരു ഭീഷണിയുടെ സ്വരമാണത്. അത് ഭീഷണിയുടെ സ്വരമാണ്. ഞാൻ പറഞ്ഞ അമിത്ഷായുടെ അടുത്ത് എന്ത് പറയുമെന്നുള്ളതല്ല. പി.സി. ജോർജും ഷോൺ ജോർജും പറയേണ്ടത് എന്താണ്? ഇപ്പം പറയേണ്ടത് അങ്ങനെയല്ല. അവരിപ്പോൾ പറയേണ്ടത് നോക്കൂ, നിങ്ങൾ ഈ വെൽഫെയർ ബില്ലെന്ന് പറയുന്ന സാധനം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ക്രൈസ്തവർ തൃപ്തരല്ല. തീർച്ചയായിട്ടും അവരത് ശക്തമായി അവരുടെ ലേഖനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബില്ല് മാറ്റിവെക്കുകയല്ല വേണ്ടത്. ദിസ് ബിൽ ഹാസ് ടു ബി ക്യാൻസൽഡ് ഓർ അമെൻഡഡ് ഇൻ എ റൈറ്റ് വേ. അത് പറയാനുള്ള ആർജവം അവർക്കില്ല. അതാണ് അവർ പറയേണ്ടത്. അതിന് പകരം അവർ പറയണത് ഞാൻ എന്ത് ചോദിക്കും, ഏത് ബില്ലൊന്ന് മാറ്റി വെച്ചേര് പറയണ കേട്ടതൊന്നും ബില്ല് ക്യാൻസൽ ചെയ്താണ്. ബില്ല് ക്യാൻസൽ ചെയ്തതല്ല. ഞാൻ പറയണത് അവർ ബില്ല് കൊണ്ടുവന്നോട്ടെ. ആ ബില്ലിനകത്ത് നമ്മുടെ കൺസേൺസ് എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് അമൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നല്ലേ ഷോൺ ജോർജും പി.സി. ജോർജും പറയേണ്ടത്. തീർച്ചയായിട്ടും അവരെന്താണ് അത് പറയാത്തത്? അമിത്ഷായോട് ഞാൻ എന്ത് പറയും എന്ന് പറഞ്ഞ കൈയും കാലും പിടിച്ച് നിൽക്കുകയാണോ വേണ്ടത്? കരച്ചിലാണോ വേണ്ടത്? ഇതൊരു വലിയ അപകടമാണ്. അങ്ങനെയല്ല അവർ പറയേണ്ടത്. അവർ പറയേണ്ടത് ഈ ബില്ലിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാരണം നിങ്ങൾ ബില്ല് മാറ്റിവെച്ചു, എന്നിട്ട് പോലും നമ്മുടെ അവിടുത്തെ ജനം ഹാപ്പി അല്ല, അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ ഹാപ്പി അല്ല. ദേ ഹാവ് സം അതർ കൺസേൺസ്. അപ്പം അതുകൊണ്ട് ദോസ് കൺസേൺസ് ഹാസ് ടു ബി അഡ്രസ്ഡ് എന്നാണ് പറയേണ്ടത്. ഇനി എൻ്റെ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ബില്ല് കൊണ്ടുവന്ന അമിത്ഷാ അല്ലല്ലോ. ഈ ബില്ല് അമിത്ഷായുടെ പേരിലുള്ളതല്ലല്ലോ. കറക്റ്റ്. അപ്പൊ ആ മിനിസ്റ്ററോടല്ലേ ഇത് പറയേണ്ടത്? നിർമ്മലാ സീതാരാമനോടാണ് ഇത് പറയേണ്ടത്. ഇവിടെ എന്താണ് അതിനുള്ള കുഴപ്പമെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അമിത്ഷാ ഹോം മിനിസ്റ്ററാണ്. അമിത്ഷായുടെ അടുത്താണോ ഈ ബില്ലിൻ്റെ കാര്യം സംസാരിക്കേണ്ടത്? ഈ ബില്ലിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അതിൻ്റെ ഇൻട്രിക്കസീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വൈ ഷുഡ് ഹീ ഗോ ആൻഡ് ടോക്ക് ടു അമിത്ഷാ? ആരോടാണ് സംസാരിക്കേണ്ടത്? കൺസേൺഡ് മിനിസ്റ്ററോടാണ് സംസാരിക്കേണ്ടത്. നിർമ്മലാ സീതാരാമൻ്റെ അടുത്താണ് സംസാരിക്കേണ്ടത്. അപ്പം ഇവിടെയാണ് ഈ പ്രശ്നം. കൺസേൺഡ് മിനിസ്റ്ററോട് സംസാരിക്കാതെ അമിത്ഷായോട് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ബില്ലിൻ്റെ പുറകിൽ അമിത്ഷായായിരുന്നു. ഇത് ക്ലിയർലി പൊളിറ്റിക്കൽ ബില്ലാണെന്നാണ് അതിൻ്റെ അർത്ഥം. RSS അതിൻ്റെ പിന്നിലുണ്ട്. ഇത് നമ്മളെ ഇതാണ് ഞാൻ പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് അമിത്ഷായോട് പറയട്ടെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബില്ലിൻ്റെ പുറകിൽ ആരാണ്? ഈ ബില്ലിൻ്റെ പുറകിൽ അമിത്ഷായാണെങ്കിൽ അതിൻ്റെ പുറകിൽ ആരാണ്? RSS ആണ്. എന്തുകൊണ്ടാണ് ഫിനാൻസ് മിനിസ്റ്റർ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ ഫിനാൻസ് മിനിസ്ട്രിയിൽ ചോദിക്കാൻ പറ്റാത്തത് എന്താണ്? ഇവരെന്തുകൊണ്ടാണ് അമിത്ഷായെ പേടിക്കുന്നത്? അമിത്ഷാ അല്ലല്ലോ ഈ ബില്ല് കൊണ്ടുവന്നത്. കറക്റ്റ് പോയിന്റാണത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായി ഇതൊരു പൊളിറ്റിക്കൽ ബില്ലാണ്. ഇതൊരു കാരണവശാലും ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള ബില്ലാണെന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ. കത്തോലിക്ക സഭയുടെ അസറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ഒരു നല്ല ബുദ്ധി ഉണ്ടാകട്ടെ, ഇത് പഠിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏകദേശം വിലയേറിയ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഒത്തിരി സന്തോഷം. താങ്ക് യു.